ടിപ്പിക്കൽ ധ്യാൻ പടമല്ല. മൂവിയിൽ നമ്മൾ ഫുൾ ടീം നമുക്ക് എൻട്രി കിട്ടി. പിന്നെ വലിയ ആരും ചോദിക്കാതെ ഒരു ഫ്രഷ് ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ, ആരാണ് ആ മാസ്കിന് പിന്നിൽ? ടീച്ചറിനകത്ത് മറ്റേ മാപ്പ് കാണിക്കുമ്പോൾ അതിന്റെ പ്ലാസ്റ്റിക് കാവിന്റെ തൊട്ടപ്പുറത്തെ ഗ്രാമമായിട്ട് കുറുക്കമൂലയുണ്ട്. ഡയറക്ടർമാരുടെ കുറുമ്പുകൾ. ഈ പ്ലാച്ചിക്കാവ് അവിടെ നടക്കുന്നൊരു സീരിയൽ കില്ലർ ഇറങ്ങിയാൽ എങ്ങനെ ഇരിക്കും, ആ ഒരു മൂഡാണ്. സാഗർ സൂര്യ ഗണപതി ഞാനും കൂടെ പരിപാടികൾ നടക്കുന്നുണ്ട്. പുള്ളി ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞല്ലോ, ഇനി അതിൽ കൂടുതൽ നമ്മളെന്താ പറയാ, പുള്ളിയുടെ ഇഷ്ടം, പുള്ളിയുടെ കാശ്, പുള്ളിയുടെ പ്രൈവസി. വരട്ടെ, നാളെ നമ്മളെ പറ്റി വാർത്തകൾ വരട്ടെ, നല്ല നല്ല വാർത്തകൾ വരട്ടെ. ഹായ് ഹലോ. അപ്പോൾ നമ്മുടെ ധ്യാൻ ചേട്ടൻ്റെ പുതിയ സിനിമ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ മെയ് 23 റിലീസ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലനെ കുറിച്ചും ഉജ്ജ്വലൻ്റെ വിശേഷങ്ങളും പറയാൻ വേണ്ടി നമ്മുടെ കൊടുത്തിട്ടുള്ളത് ഈ സോഷ്യൽ മീഡിയ സൂപ്പർ സ്റ്റാറുകൾ തന്നെ പറയാൻ പറ്റിയ നമ്മുടെ സ്വന്തം കുഡോസ്. സൂപ്പർ സ്റ്റാർ എന്ന് പറയാം, കാരണം അതായത് എൻ്റെ നാട്ടിലൊക്കെ ഇങ്ങനെ വരുമ്പോഴേ പല ആൾക്കാരും പറഞ്ഞു, പുതിയ ആൾക്കാർ സിനിമ കയറുന്നുണ്ട് ഞാൻ എന്നെ കാണിച്ചത് നിങ്ങളെ കാണിച്ചത് അവരാ. അപ്പോൾ പിന്നെ അവരുടെ അടുത്തൊക്കെ എത്തുന്നത് നിങ്ങൾ സൂപ്പർ സ്റ്റാർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഉജ്ജ്വലിലേക്ക് പോവാം. അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഉജ്ജ്വലിനെ കുറിച്ച് പറയുന്നത്? ഇല്ല, ഞാനിപ്പോൾ കുഡോസ് വരുന്നതിന് മുമ്പ് ഞാൻ കേട്ടത് അമീനാൻ ടീം എന്നല്ലേ, അപ്പോൾ പിന്നെ അമീനിന്ന് പോവാം. ധ്യാൻ ചേട്ടൻ്റെ പുതിയൊരു പടമാണ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. പുള്ളിയാണ് ഇതിനകത്ത് മെയിൻ റോളായിട്ടുള്ള ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്നുള്ള കഥാപാത്രം. അത് പിന്നെ സിജി ചേട്ടനുണ്ട്, ഒരു CI റോളാണ് പുള്ളി ചെയ്യുന്നത്. ശംഭു മഹാദേവൻ എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളിയുടെ അസിസ്റ്റൻസ് ആയിട്ടാണ് നിബ്രാസും ഷഹബാസ്. അതെ, പുള്ളിയുടെ അസിസ്റ്റൻസ് ആയിട്ടാണ് വരുന്നത്. പിന്നെ നിഹാൽ വരുന്നത്, നമ്മളിതൊരു സാങ്കല്പിക ഗ്രാമമാണ്, അപ്പൊ അവിടെ ഉള്ള ആകെ ഒരു കള്ളനായിട്ടാണ് നിഹാൽ ചെയ്യുന്ന. ക്യാരക്ടറിന്റെ പേര് അന്തിക്കുരുടൻ. ഞാൻ വരുന്നത് ധ്യാൻ ചേട്ടന്റെ ഒരു ഫ്രണ്ട്, ഒരു കൊറിയൻ എന്ന് വരുന്നത് ധ്യാൻ ചേട്ടന്റെ ഫ്രണ്ട് ആയിട്ടാണ്. കൊറിയൻ കുര്യൻ എന്നാണ് ക്യാരക്ടറിന്റെ പേര്. പിന്നെ ഇത് മെയിനായിട്ട് പറയുന്ന ഒരു സാങ്കല്പിക ഗ്രാമം, സന്തോഷമായിട്ട് പോകുന്ന ഒരു ഗ്രാമം. അവിടെ ഒരു മർഡർ നടക്കുന്നു, പിന്നെ തുടർച്ചയായി പിന്നെയും കുറേ മർഡറുകൾ നടക്കുന്നു. അപ്പോൾ ആദ്യം ധ്യാൻ ചേട്ടൻ അന്വേഷിക്കാൻ ഇറങ്ങുന്നു, പോലീസിനെ സഹായിച്ചു. പിന്നെ അത് ധ്യാൻ ചേട്ടൻ്റെ കൈ നിൽക്കുന്നില്ലെന്ന് അറിയുമ്പോഴത്തേക്ക് സിജി ചേട്ടനും ഇവരും വരുന്നു. അങ്ങനെ കില്ലറിനെയൊക്കെ കണ്ടുപിടിക്കുന്ന ഒരു ത്രില്ലർ പടം. ഇപ്പൊ ഈ പ്രവാസിയും കള്ളനും എങ്ങനെയാ ധ്യാൻ ചേട്ടന്റെ ടീമിലേക്ക് കയറുന്നത്? ഇല്ല, ഇവൻ അവിടെ അത്യാവശ്യം ആകെ നാട്ടിലൊരു കള്ളം മാത്രമേ ഉള്ളൂ. അത് എങ്ങനെ കയറുന്നു എന്നുള്ളതൊക്കെ ഓക്കെ. അപ്പൊ കുഞ്ചാക്കോ ബോബ, ഈ ടീസർ കണ്ടു കഴിയുമ്പോൾ ആദ്യം പോസ്റ്റ് വന്നത് നിങ്ങളുടെയാണ്, അതായത് കുഡോസ് ഈ സിനിമയിൽ ഉണ്ടെന്ന് അറിയിച്ചതിന് ശേഷം പിന്നെ വരുന്ന ടീസർ പോസ്റ്റർ കുഞ്ചാക്കോ ബോബൻ എന്നൊരു ടൈറ്റിൽ ഇതായിരുന്നു. അല്ല, ഫസ്റ്റ് അമീൻ്റെ സെക്കൻഡ് നിഹാല് ഞങ്ങളെ ലാസ്റ്റ് വന്നു. അതെ, പക്ഷെ നല്ല റീച്ച് പോയ പോസ്റ്റർ വരുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും കറങ്ങി വന്നപ്പോൾ കുഞ്ചാക്കോ ബോബനെ ഞാൻ ആദ്യം കണ്ടേ. അപ്പൊ ഈ കുഞ്ചാക്കോ ബോബനെ ടീസറിൽ എവിടെയും കണ്ടില്ല, സീച്ചേട്ടനെയൊക്കെ കണ്ടു, പക്ഷെ കുഞ്ചാക്കോ ബോബന്റെ ഇത് എവിടെയും കണ്ടില്ല. ബോബനുണ്ട്, അല്ല ഇവര് പടത്തിലുണ്ട്, ടീച്ചറിലെല്ലാം ഉൾപ്പെടുത്തിയ പറ്റില്ലല്ലോ. പടത്തിൽ ഉറപ്പായിട്ടുണ്ട്. അല്ല, സീച്ചേട്ടന്റെ അസിസ്റ്റൻസ് ആയിട്ട് വരുന്നു പറഞ്ഞോണ്ട് പടത്തിലുണ്ട്, ഉണ്ടല്ലോ അല്ലേ? എല്ലാരും കാണും. ഉജ്ജ്വലിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആരും ചോദിക്കാതെ ഒരു ഫ്രഷ് ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ, ആരാണ് ആ മാസ്കിന് പിന്നിൽ? ഒരു ക്ലൂ. പിന്നെ സൂര്യൻ എടുത്തോ അല്ല, അതാണ് ഫാസിലാണ്, അല്ലെങ്കിൽ റോഷാക്കിനെ പോലെ ആസിഫ് അലിയാണ്, ഇല്ല ബോളിവുഡിൽ നിന്നാണ് എന്നൊക്കെ ഇവരെ കേൾക്കുന്നു. ഇത് നമ്മളെ ചെറിയൊരു ബഡ്ജറ്റ്, പുള്ളി ബോംബെയിലൊക്കെ ഉള്ള ഒരു വലിയ പുള്ളി. അത് പടം കാണുമ്പോ അതാണ് പടത്തിലുള്ളൊരു ഇത്, അത് ആരാന്ന് കണ്ടുപിടിക്കുന്നതാണ് പടം. വലിയ സംഭവം ചെറിയൊരു കുഞ്ഞു. പിന്നെ നമ്മൾ ഈ സിനിമയെ കുറിച്ച് കേൾക്കുന്ന കിംവദന്തികളാണ്. മിന്നൽ മുരളി യൂണിവേഴ്സ്, അതിനു വേണ്ടിയിട്ടാണ് ടീച്ചറിനകത്ത് മറ്റേ മാപ്പ് കാണിക്കുമ്പോൾ അതിന്റെ പ്ലാസ്റ്റിക് കാവിന്റെ തൊട്ടപ്പുറത്തെ ഗ്രാമമായിട്ട് കുറുക്കമൂലയുണ്ട്. അല്ലല്ല, അത് ഈ ആ മിന്നൽ മുരളി യൂണിവേഴ്സുമായിട്ട് ഇതിന് കണക്ഷൻ ഒന്നുമില്ല. കാരണം കുറുക്കമൂല എന്ന് പറഞ്ഞ ഗ്രാമം, അതേ കണക്ക് പ്ലാച്ചിക്കാവ് എന്ന് പറഞ്ഞ വേറൊരു ഗ്രാമം, അവിടെ നടക്കുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ, അടുത്തടുത്തുള്ള ഗ്രാമങ്ങൾ. ഇതിപ്പോൾ ഫാന്റസി ആയതുകൊണ്ട് ഫാൻ മെയിലിൽ ഒരുപാട് കഥകൾ പോകുന്നുണ്ട്. അതായത് മിന്നൽ മുരളിയിൽ 3 പേർക്ക് മിന്നലടിക്കുന്ന പോലെയുള്ള കാണിക്കുന്നത്, അതിൽ മൂന്നാമത്തെ ആൾ ആരാന്ന് കാണിക്കുന്നില്ല. അത് ചിലപ്പോൾ ഈ കില്ലറായിരിക്കും, ആ കില്ലറിനെയാണ് ഉജ്ജ്വലൻ കണ്ടുപിടിക്കുന്നതൊക്കെ പറഞ്ഞ കഥകൾ. മുരളിയായിട്ട് ഇതിന് യാതൊരു ബന്ധമില്ല. സംഭവം ആകെ ആ ഒരു ഗ്രാമം, അങ്ങനെ ഒരു ഇതുണ്ടെന്നുള്ളൂ, അടുത്തടുത്ത ഗ്രാമം എന്നുള്ളേ ഉള്ളൂ. സംഭവം വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സ് ഫസ്റ്റ് ഇറക്കിയ പടം മിന്നൽ മുരളിയാണ്. ഇപ്പൊ ഇറക്കിയെന്ന് പറഞ്ഞാൽ ഇതൊരു സ്റ്റാൻഡ് അലോൺ പടമായി ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. ആ കുറുക്കമൂല അണക്കത്ത് വേറൊരു ഫിക്ഷണൽ ഗ്രാമം പ്ലാച്ചിക്കാവ്, അവിടെ നടക്കുന്ന ഒരു സീരിയൽ കില്ലർ ഇറങ്ങുന്നു, അയാൾ ആരാന്ന് കണ്ടുപിടിക്കുന്നു, അതാണ്
മൂവിയുടെ. അല്ല, ഇപ്പോൾ ഈ കുഡോസിനെ വെച്ച് നോക്കുമ്പോൾ ഈ ഫിക്ഷണൽ സ്റ്റോറീസ് എപ്പോഴും റിലേറ്റബിൾ, കാരണം നിങ്ങളുടെ കണ്ടന്റ്സ് ഫുൾ ഇങ്ങനെ ഒരു ഫിക്ഷണൽ ടൈപ്പിലല്ലേ പോകുന്നത്. അത് എവിടെ ഒരു അഭിഹിതം വരും, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് വരും, അല്ലെ തന്തവൈബ് വരും അല്ലേ. അപ്പോൾ ആ ഒരു സാധനം ഫിക്ഷണൽ സ്റ്റോറീസ് അല്ലെ സ്വന്തം കണ്ടന്റ് ഒരു ബിഗ് സ്ക്രീനിലേക്ക് വന്നപ്പോൾ എങ്ങനെയൊക്കെയായിരുന്നു മാറ്റങ്ങൾ ഉണ്ടായിരുന്നത്? ഇല്ല, എല്ലാവർക്കും ഓരോ ക്യാരക്ടർ. ഇവര് ശ്രീചേട്ടന്റെ അസിസ്റ്റൻസ് ഞങ്ങൾ കോമഡി ചെയ്തോണ്ടിരുന്നിട്ടും സിനിമയില് ഇവർക്ക് ഇതില് സീരിയസ് പടത്തിൽ അത്ര കോമഡി ഇതായിട്ടില്ല. കാരണം സീരിയസ് പടം, ലൈറ്റ് ആയിട്ട് വരുന്ന ഹ്യൂമർ സിറ്റുവേഷൻ അനുസരിച്ച് ഓരോ ക്യാരക്ടറുകൾ പറയുന്ന കണക്ക്, അല്ലാതെ ഒരു ത്രൂ ഔട്ട് കോമഡി പരിപാടിയൊന്നും ഇല്ല. നമ്മൾ റീൽസ് ചെയ്യുന്ന ഒരു ഇതും എലമെന്റും കാരണം 4 പേരെയും ലുക്ക് വരെ ഡിഫറൻസ് ആണ്. ഇപ്പോൾ കള്ളന്റെ വരുമ്പോൾ ഒരു കൃതാവിന്റെ ഒരു വേറെ ലുക്ക് ചെയ്തു, പോലീസുകാർ രണ്ടുപേരും പോലീസ് ലുക്ക്, കൊറിയൻ വരുമ്പോൾ വേറൊരു പെൻസിൽ അല്ലേ. ആ ഒരു ലുക്കൊക്കെ അങ്ങനെ എക്സ്ട്രീംലി വേറെ ലുക്കിലേക്ക് വന്നപ്പോൾ ആ ട്രാൻസ്ഫോർമേഷൻസ് ഒക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. അതോ ക്യാരക്ടർ ചെയ്യാനും എളുപ്പമാണ്. കാരണം ഒരു വേറൊരു ലുക്ക് വരുമ്പോഴത്തേക്ക് നമ്മള് കുറച്ച് സാധനം ഇട്ടാൽ മതി, ബാക്കി ആ ലുക്ക് കൊണ്ട് സാധനം ബൂസ്റ്റായി പൊക്കോളും. ലുക്ക് പിടിച്ചത് നല്ലൊരു പരിപാടിയായിരുന്നു. ആ ഒരു ഹ്യൂമർ ചെയ്തിട്ടുണ്ടോ പോലീസുകാർ? ഹ്യൂമർ ചെയ്തിട്ടുണ്ട്. കാരണം ഇവര് കട്ട സീരിയസ് പരിപാടി. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഹ്യൂമർ അല്ല, നമുക്ക് അതിനുള്ള സിറ്റുവേഷൻ അനുസരിച്ചുള്ള ലൈറ്റ് ഹ്യൂമർ ആയിട്ട് ചെറിയ ഡയലോഗുകൾ, അതൊക്കെ ചിരിക്കും എന്തോ ഇതൊരു കോമഡി പടവേ. സിറ്റുവേഷൻ അനുസരിച്ച് വേറെ എന്ന് പറഞ്ഞാൽ ഈ 90s ഗ്രാമം, ഈ പ്ലാച്ചിക്കാവ്, അവിടെ നടക്കുന്നൊരു സീരിയൽ കില്ലർ ഇറങ്ങിയാൽ എങ്ങനെ ഇരിക്കും, ആ ഒരു മൂഡാണ്. നമുക്ക് ഈ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ തന്നെ നമുക്ക് കുറെ ചിത്രങ്ങൾ ഇങ്ങനെ കാണാം. ഇഷ്ടം പോലെ ഞങ്ങളെ ഇൻസ്റ്റാ പ്രൊഫൈൽ ഇപ്പൊ ഒരു ബാലരമ ഫീൽ ആയിരുന്നു. എല്ലാവരും കണ്ണിമാങ്ങ അടിച്ചു മാറ്റുന്ന കഥ, ലാസ്റ്റ് മോഷണത്തിന്റെ ഇവിടെ ഇങ്ങനെ ലാസ്റ്റ് ഇങ്ങനെ വന്ന് നിൽക്കുക ബാലരമ പോലെ തുടരും. ഇതെല്ലാം പ്രൊമോഷന്റെ ഭാഗമായിട്ട് പ്രൊഡക്ഷനിൽ ഡയറക്ടർമാരുടെ കുറുമ്പുകളാണ്. ഇതുമായിട്ട് ഒരു ബന്ധമില്ല. അല്ല, ഈ അതിനകത്തുള്ള സ്റ്റോറീസായിട്ട് ബന്ധമൊന്നുമില്ല. അത് ചെറിയൊരു ഡിറ്റക്റ്റീവ് കണക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന ക്യാരക്ടേഴ്സിനെ വെച്ച് ഒരു കോമിക്ക് ചുമ്മാ ഇൻസ്റ്റയിൽ അവരൊരു വെറുതെ ഇറക്കിയത് പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഇറക്കുന്നത്. ആദ്യം ഐഫോണിൽ തുടങ്ങി, ഇടയ്ക്കൊന്ന് കാനഡയ്ക്ക് മുങ്ങി, 3 ആഴ്ച തിരിച്ചു വന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെയും വലിയ ഒരു ലാർജ് സ്കെയിലിൽ പ്രൊഡക്ഷൻ അല്ലെ കണ്ടന്റ്സ് ചെയ്തു, റീച്ച് വന്നു, സിനിമയിലെത്തി. ഇപ്പോൾ സിനിമയിൽ എത്തിക്കഴിഞ്ഞിട്ട് സിനിമയുടെ മേക്കിംഗ് അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ടന്റ് മേക്കിംഗ് എക്സ്ട്രീമിലി രണ്ട് തലത്തിലാണല്ലോ. അപ്പോൾ സിനിമയിൽ വന്നതിന് ശേഷം ഇനി നിങ്ങളുടെ കണ്ടന്റ് മേക്കിങ്ങിൽ വരാൻ പോകുന്ന ടെക്നോളജീസ്, വേറെ എന്തെങ്കിലും ടെക്നിക്സ്, ഇംപ്രവൈസേഷൻ വേണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ടോ സിനിമയിൽ നിന്ന്? അത് സിനിമ കാണിക്കുന്നവരെ നമുക്ക് ഇവിടെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. സിനിമ എന്ന് പറഞ്ഞാൽ നമുക്ക് തിയേറ്ററിൽ കാണാനായിട്ട് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ കിട്ടാനായിട്ടുള്ള മേക്കിംഗ് നമുക്ക് ജസ്റ്റ് ഫോണിലെടുത്ത്. ബേസിക്കലി നിങ്ങളുടെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ആരായിട്ടും കൂടി ചെയ്യുന്നത്? സ്ക്രിപ്റ്റിന്റെ ഒരു പ്ലോട്ട് ഉണ്ടാക്കുന്നത് ഞാനും നിഹാലും കൂടെ ആണ്. പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് നമ്മൾ വീഡിയോ എടുക്കുന്നതിൻ്റെ എല്ലാവരും കൂടെ ഡയലോഗ്സ് ചെയ്യും. ശരിക്കും കുറേ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ചോദിക്കുന്നത് നിങ്ങൾ എപ്പോഴാണ് ഇത്രയും കണ്ടന്റ് ഉണ്ടാക്കുന്നത്? കാരണം മഴ പെയ്ത അത് കണ്ടന്റ്, വെറുതെ പണിയില്ലാതിരുന്ന അത് കണ്ടന്റ് അല്ലേ. കാരണം ഞങ്ങളിടയ്ക്ക് കുറച്ച് റീൽസ് ഒക്കെ ചെയ്താലെന്ന് വെച്ചാൽ ഞങ്ങളിങ്ങനെ ഇരിക്കൽ മാത്രമുള്ളൂ, കണ്ടന്റ് എന്ന് പറഞ്ഞ സാധനം വരുന്നില്ല. നമ്മൾ തുടക്കം നമുക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു ചെയ്യുന്നത്, ചെയ്ത് വരുമ്പോഴത്തേ നമുക്കതൊരു ഫ്ലോ കിട്ടും. ഇപ്പൊ ആദ്യം എല്ലാവരും ചോദിക്കും, ഇപ്പൊ ഹരിശ്രേഷോൻ ചേട്ടനൊക്കെ പണ്ട് പോലീസ് ആകുമ്പോൾ 24 മണിക്കൂറും താടി വെച്ച പോലീസുകാരെന്നൊക്കെ പറയും. അപ്പോൾ ഈ ഒരു ബോഡി ലാംഗ്വേജ് വെച്ച് പോലീസുകാരനെ അസിസ്റ്റന്റ് ആയെന്ന് പറയുമ്പോൾ എല്ലാവരും ചോദിക്കും ഇല്ലേ. അപ്പൊ അത് പറയാം എങ്ങനെയാണ് സിജു ചേട്ടൻ്റെ കൂടെ, സിജു വിൽസൺ അത്യാവശ്യം ഫിസിക്കലി ഫുൾ ഫിറ്റ് ആയിട്ട് ഒരാളുടെ കൂടെ സീരിയസ് റോളിൽ ചെയ്യുമ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? ഇല്ല, ഈ പറഞ്ഞ പോലെ അതിനകത്ത് ഞങ്ങളെ ഭയങ്കരമായിട്ട് മാസമായിട്ടോ അല്ലെങ്കിൽ ഭയങ്കര പോലീസ് കഥാപാത്രമായിട്ടൊന്നും പോർട്രേ ചെയ്തിട്ടില്ല. കാരണം പോലീസ് യൂണിഫോം അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. പഴയ കാലഘട്ടമായിട്ട് ആ ഒരു കാക്കി രീതിയിൽ പോയതാ. വലിയ അലമ്പില്ലാതെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നത്. അത് കാണുമ്പം ബാക്കി എല്ലാവരും ശ്രീചേട്ടന്റെ ഡയറക്ടർ ശംഭു സാർ, പുള്ളി CA ഇല്ലേ, CAയുടെ 2 അസിസ്റ്റൻസ് ന്യൂ ജോയിനി ആയിട്ടൊക്കെ അങ്ങനെയൊക്കെ ഒരു രീതിയിൽ അങ്ങ് ഇതാക്കിയത്. കാരണം കറക്റ്റ് ആയിട്ടുള്ള പോലീസ് ആവാനുള്ള ഫിസിക് ഒന്നും നമുക്ക് അല്ല. പിന്നെ ആ ഗ്രാമത്തിൽ ഇതായോണ്ട് അത് കറക്റ്റ് ഒരു സാങ്കല്പിക ഫിക്ഷണൽ സംഭവം. കുഴപ്പമില്ല അല്ലേ, എല്ലാം ചെയ്യാം. പോലീസുകാരുടെ എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ല. അല്ല, നിങ്ങൾ ഓപ്പോസിറ്റ് രണ്ടുപേരും 4 പേരും 2 ടീമിലായിരുന്നല്ലോ. നിങ്ങൾ ഓപ്പോസിറ്റ് ജഡ്ജ് ചെയ്യും, നിങ്ങൾ ഓപ്പോസിറ്റ് ഉള്ളവരുടെ അഭിനയം കണ്ടു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കൊലയക്കാരൻ്റെ ആയാലും കള്ളന്റെ ആയാലും അഭിനയം കണ്ടപ്പോൾ പോലീസുകാർക്ക് എന്താ തോന്നി? ഇല്ല, നമുക്ക് ഓൾറെഡി റീൽസ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അഭിനയത്തിന്റെ ഇതൊക്കെ അറിയാം. അപ്പൊ എത്രത്തോളം എങ്ങനെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് മാക്സിമം എല്ലാവരും ഔട്ട്പുട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഉളപ്പിട്ടും കാര്യങ്ങളൊന്നുമില്ല. നല്ല രീതിയിൽ ഡയറക്ടർ എല്ലാവരും പറ്റുന്ന രീതി, ഫസ്റ്റ് പടമാണല്ലോ, ഡയറക്ടർ പറയുന്ന രീതിയിൽ നമ്മളത് ചെയ്ത് വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. 5 പടമൊക്കെ കഴിഞ്ഞിട്ട് വേണോ ഉളപ്പാൻ. ഇതായിരിക്കും ആദ്യം ഇടുന്നത്. 5 പടം കഴിഞ്ഞ മീൻ ഉളക്കുന്നു. അല്ല, നമ്മളിപ്പോ നിങ്ങളെ പോലെ തന്നെ കുറച്ചാൾ മുമ്പാണ് നമ്മുടെ വാഴയിലെ ഹാഷറും ടീമും സിനിമയിലെത്തിയത്. അവരിപ്പോൾ വാഴ 2-ന്റെ മെയിൻ ലീഡ് റോളായിട്ട് കഥ വന്നു, പൂജ തുടങ്ങി, ഷൂട്ട് തുടങ്ങി. അപ്പോൾ ഇനി കുഡോസ്
മെയിൻ ടീമായിട്ട്, അതായത് ഇപ്പോൾ ധ്യാൻ ചേട്ടനാണ് നായകൻ, അവരുടെ കീഴിൽ 2 ടീം ഇങ്ങനെ തെറച്ചു നിൽക്കുള്ളൂ. ഇതല്ലാതെ കുഡോസ് ഒരു ഒറ്റ ടീമായിട്ട് എന്തെങ്കിലും സിനിമ ഫുൾ സ്ക്രീനിൽ വരുമോ? വരുന്നുണ്ട്, പരിപാടികൾ നടക്കുന്നുണ്ട്. പ്രകമ്പനത്തിന്റെ ഒരു പോസ്റ്റർ ഇടയ്ക്ക് ഇൻസ്റ്റാഗ്രാമിൽ എവിടെയോ ഞാൻ കണ്ടു ഒറ്റയ്ക്ക്, അല്ലേ? സാഗർ സൂര്യ, ഗണപതി, ഞാനും കൂടെ. കണ്ടിരുന്നു. ബാക്കിയുള്ള ഇതുപോലെ തെറിച്ചു പോകണത് ഇല്ല, പുള്ളിയുടെ പടം വരുന്നുണ്ട്, ഇവരുടെ ഡിസ്കഷൻ നടക്കുന്നുണ്ട്. നമ്മളെല്ലാരും കൂടെ ഉള്ള പടങ്ങൾ എഗ്രിമെന്റ് ആയിട്ടുണ്ട്, കുറച്ച് പരിപാടികളുണ്ട്. ഇപ്പൊ ഈ ഒരു കൂട്ടം ഇപ്പൊ എല്ലാവരും സിനിമ വരുമ്പോ നിങ്ങളുടെ കൂട്ടത്തിലെ പെൺപുലിനെ മാത്രം മിസ്സായി പോയെ, അതും അല്ലേ? സ്ക്രിപ്റ്റിനും വരുന്ന ടീം അനുസരിച്ചല്ലേ നമുക്ക് ഇതാക്കാൻ പറ്റും. നമ്മുടെ കയ്യിലല്ലോ നമുക്ക് ഏതെങ്കിലും ഒരു സീനിൽ എവിടെയെങ്കിലും പാസ് ഉള്ളെങ്കിലും ഇല്ല. അല്ല അങ്ങനെ പുള്ളിക്കാരിക്ക് അല്ലല്ലോ സോഫിയ ചേച്ചി വിളിച്ചിട്ട് അത് അവർക്ക് വീഡിയോയില് നമുക്ക് വേണമെങ്കിൽ നല്ല ഓഫർ വരെ വന്നില്ല, അത് വരുമ്പോ